ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മൊബൈലിൽ എന്താ പറയുക, നമ്മുടെ ആൻഡ്രോയിഡ് ഏത് ടൈപ്പ് ഓഫ് മൊബൈൽ ആയിക്കോട്ടെ, അതിൽ ഏറ്റവും ചാർജ് ലോ മോഡിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് ഹൈ ആക്കാനുള്ളൊരു വിദ്യയായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഇത് ആൾക്കാരെ പറ്റിക്കാൻ പ്രാങ്ക് ചെയ്യാനേ ഇത് കൊള്ളാവൂ. അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ ബാറ്ററി ചാർജ് എത്രയാണോ അത് സ്റ്റേബിളായിരിക്കും. അതല്ലാതെ വേറൊരു ഇതും പെട്ടെന്ന് ഹയറിലോട്ട് 100 പോയി അങ്ങനെ വരില്ല. ജസ്റ്റ് ഒരു പ്രാങ്ക് പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ആൾക്കാർ നമുക്കിങ്ങനെ എൻ്റെ ഫോണിൽ 100% ചാർജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു ഓൺലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 32% ചാർജാണുള്ളത്. ഞാനിപ്പോൾ ചാർജിനെ കുത്തിയിട്ടാണ് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഈ അസിസ്റ്റൻറ്റ് മെനു ഞാൻ വീഡിയോ ഇട്ടിരുന്നു, അതെല്ലാം കാണാത്തവരൊക്കെ കാണുക കേട്ടോ. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ സെറ്റിങ്സിലോട്ട് പോവാണ്. സെറ്റിങ്സിലോട്ട് പോയി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമോ. അപ്പോൾ നമുക്ക് എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എല്ലാ ഡിവൈസസിലും ഉണ്ടാവും, അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എല്ലാ ഡിവൈസസിലും ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാറ്റസ്, ലീഗൽ ഇൻഫർമേഷൻ, സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, അതിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ എന്താ ഒരു അഞ്ചാമത്തെ ഇതിൽ നമുക്ക് ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊരു 7 വട്ടം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡ്രോ യുവർ കറൻറ്റ് പാറ്റേൺ. ഇപ്പോൾ ഏതാ നിങ്ങളുടെ ഫോണിലെ പാറ്റേൺ എന്ന് വെച്ചാൽ അത് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡെവലപ്പർ മോഡ് ഹാസ് ബീൻ ഇനേബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. നമ്മൾ ബാക്കിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് താഴെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നുണ്ടാവും. ആ ഓപ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ ഡെമോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഇവിടെ വരും. ആ മോഡൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഡെമോ മോഡ് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക, അതൊന്ന് ഇനേബിൾ ചെയ്യുക. എന്നിട്ട് ഈ ഷോ ഡെമോ മോഡ് എന്ന് പറഞ്ഞതും ഡിസേബിൾ ആയിരിക്കും, അതും ഒന്ന് ഇനേബിൾ ചെയ്യുമ്പോൾ കണ്ടോ, ടൈം മാറി, വൈഫൈ നെറ്റ്വർക്ക് എല്ലാം മാറി, ഒരു 100% എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ ചാർജ് കാണിക്കും. നമുക്ക് ബാക്കിലോട്ട് പോവാം. എനിവേ, കണ്ടോ, ഇങ്ങനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാം. എൻ്റെ ഫോണിൽ 100% ചാർജ് എന്നൊക്കെ കാണിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാം. ടൈമൊക്കെ ഇങ്ങോട്ട് മാറിക്കിടക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇപ്പം നമുക്കിത് ജസ്റ്റ് ഡിസേബിൾ ചെയ്യണമെന്നെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ സെറ്റിങ്സിൽ പോവാം. ഡെവലപ്പർ ഓപ്ഷൻസ് ഉണ്ടാവും, ആ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഡെമോ താഴെ പോയിട്ടോ ഡെമോ മോഡ് ഉണ്ടാവും. ആ മോഡ് വെച്ചിട്ട് അതൊന്ന് എനേബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരിക്കുള്ള ചാർജ് അവിടെ വന്ന് കിടക്കും. അതല്ലാതെ എന്താ പറയുക സ്വിച്ച് ഓഫ് ആവാതെ പിടിച്ച് നിർത്തും. അല്ലെങ്കിൽ ഇപ്പം 1% ആണ്, ഇപ്പം 5% ആണ് നമ്മുടെ ഫോണിലെ ചാർജ് എന്നുണ്ടെങ്കിൽ ഇത് ഡെമോ മോഡ് ഷോ ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആവാതെ പിടിച്ച് നിർത്തും എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാവും. പക്ഷെ അത് തെറ്റിദ്ധാരണ തന്നെയാണ്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ റിയൽ ആയിട്ടുള്ള ചാർജ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ മോഡൊന്ന് ഷോ ചെയ്ത് കാണിക്കുന്നു സ്ക്രീനിൽ നിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പ്രാങ്കിന് പറ്റിയ സംഭവമല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ് ഗൈസ്. അതുപോലെ ഈ വീഡിയോയുടെ ഞാൻ ഷോർട്ട് വീഡിയോസ് ആയാലും ലോങ് വീഡിയോസ് ആയാലും നിങ്ങളതിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ബൈ. അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും. ബൈ.